നമസ്കാരം. 2026 PSC ചോദിച്ച ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇത് BFOയിൽ വന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നത് എന്ത് പേരിലാണ്? പകൽ സമയത്ത് കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് വീശുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ഡി, കടൽ കാറ്റ് എന്നാണ് വിളിക്കുന്നത്, അല്ലേ? കടൽ കാറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് SCRTയിൽ, അല്ലേ? SCRT ആ ചാപ്റ്റർ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പകൽ സമയത്ത് കരഭാഗം കടലിനേക്കാൾ വേഗത്തിൽ ചൂടാകും, അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ കരയിലെ വായു എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരുകയും അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യും. ഈ സമയത്ത് കടലിന് മുകളിൽ ഉയർന്ന മർദ്ദമായിരിക്കും. അപ്പം അതിനാൽ പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുന്നത്. ഇതിനെയാണ് നമ്മൾ കടൽ കാറ്റ്, സീ ബ്രീസ് എന്ന് വിളിക്കുന്നത്. രാത്രി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? കടൽക്കാറ്റ് ഉണ്ടാവുന്നത് ലാൻഡ് ബ്രീസ് ആണ്. കരക്കാറ്റ് രാത്രിയിലാണ് വീശുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, സഹ്യാദ്രിയിലെ മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏതാണ്? മഹാബലേശ്വറിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ. ഓപ്ഷൻ ബി, കൃഷ്ണയാണ്, അല്ലേ? കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന പവിഴപ്പുറ്റുകൾ നിറഞ്ഞ താഴ്ന്ന ദ്വീപുകളുടെ പേരെന്താണ്? താഴ്ന്ന ദ്വീപുകളുടെ പേര് എന്താണ്? താഴ്ന്ന ദ്വീപുകളുടെ പേര് അറ്റോൾ. ഓപ്ഷൻ എ ആണ്, അറ്റോൾ എന്നാണ്. അത് സമുദ്രമധ്യത്തിൽ വൃത്താകൃതിയിലോ കുതിരലാടത്തിൻ്റെ ആകൃതിയിലോ കാണപ്പെടുന്ന പവിഴ ദ്വീപുകളെയാണ് അറ്റോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ലക്ഷദ്വീപ് ഒരു അറ്റോൾ വിഭാഗത്തിൽപ്പെട്ട ദ്വീപ് സമൂഹമാണ്. 10. അരുവികൾ അപ്രത്യക്ഷമാകുന്ന ശിവാലിക്കുന്നുകളുടെ അടിവാരത്തെ ഇടുങ്ങിയ മേഖല ഏതാണ്? അതായത് അരുവികൾ മറയുന്ന ഇടം, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അതിൻ്റെ ആൻസർ വരുന്നത്? ബാബർ ആണ് വരുന്നത്. ഏതാണ് ബാബർ? എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ, ഇത് ശ്രദ്ധിക്കണം. ശിവാലിക്കുന്നുകളുടെ അടിവാരത്തിന് തൊട്ട് താഴെ നദികൾ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ മേഖല, ഏകദേശം 8 മുതൽ 16 കിലോമീറ്റർ വരെ വീതിയുള്ള ഇതിന് നമ്മൾ ബെൽറ്റ് എന്ന് പറയും. ഇനി ഈ ഹിമാലയൻ നദികൾ മലയിറങ്ങി കുത്തിയൊലിച്ച് വരുമ്പോൾ അവ വലിയ വേഗത്തിലായിരിക്കും. എന്നാൽ സമതലത്തിലേക്ക് എത്തുന്നതോടെ നദികളുടെ ഒഴുക്കിൻ്റെ വേഗത എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ കുറയും, അല്ലേ? അതിങ്ങനെ കുത്തിയൊലിച്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? കുറയും. തന്മൂലം അവ കൊണ്ടുവരുന്ന വലിയ പാറക്കല്ലും ഉരുളൻ കല്ലൊക്കെ, കനത്ത മണലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മലയടിവാരത്തിൽ തന്നെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ കല്ലുകൾക്കിടയിൽ ഒത്തിരി വായുവിടവുകളും സുഷിരങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ അരുവികളും തോടുകളും ഈ കല്ലുകൾക്കിടയിലൂടെ അടിയിലേക്ക് ഇറങ്ങി ഭൂമിയുടെ അടിഭാഗത്ത് കൂടി ഒഴുകാൻ തുടങ്ങും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉപരിതലത്തിൽ നോക്കുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല? നദി വറ്റിപ്പോയതായിട്ട് മാത്രമേ തോന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ ടെറായ്, അതോടൊപ്പം തന്നെ ടെറായ് എന്ന് പറയുന്നത് ബാബർ മേഖലയിൽ തൊട്ട് തെക്കായി കിടക്കുന്ന പ്രദേശമാണ്. നമുക്കൊരു ടോപ്പിക്കായിട്ട് ചെയ്യാം കേട്ടോ, ഒരു ടോപ്പിക് വൈസ് ക്ലാസ് ആയിട്ട് ഇത് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, പിക്ചറൊക്കെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ പഴയ മണ്ണാണെങ്കിൽ ഏതാണ്? ബങ്കർ, അത് ഓർത്തിരിക്കണം കേട്ടോ. പുതിയതാണെങ്കിൽ ഖാദർ, അത് ഒന്ന് ഓർത്തിരുന്നേക്കുക. അപ്പോൾ ബാബറാണ് പാറക്കല്ലുകൾ, നദി അപ്രത്യക്ഷമാവുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാബറാണ് കേട്ടോ. പഴയ മണ്ണാണെങ്കിൽ ബങ്കറും, പുതിയ അത് ഏതാണ്? ഖാദറുമാണ് കേട്ടോ, ഖാദർ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? നീലഗിരി, അല്ലേ? പശ്ചിമഘട്ട പർവ്വതനിരകളും പൂർവ്വഘട്ട പർവ്വതനിരകളും പരസ്പരം സന്ധിക്കുന്നത് തമിഴ്നാട്, കേരളം, കർണാടക അതിർത്തിയിലുള്ള നീലഗിരി കുന്നുകളിലാണ്. ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? കേരളത്തിലെ പ്രാചീന തുറമുഖം ഏതാണ്? മുസിരീസ് ആണ്, അല്ലേ? മുസിരീസ് ആണ്. ഇന്നത്തെ കൊടുങ്ങല്ലൂർ, വടക്കൻ പറവൂർ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു പുരാതന കാലത്ത് ഈ മഹാതുറമുഖം. പിന്നെ മുസിരീസ് പൈതൃക പദ്ധതി ഉണ്ട്. എന്താ അത്? പുരാതന തുറമുഖത്തിൻ്റെ ചരിത്ര പ്രാധാന്യം വീണ്ടെടുക്കാനും ആഗോള സഞ്ചാരികളെ ആകർഷിക്കാനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു
വലിയൊരു ടൂറിസം പദ്ധതിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതികളിൽ ഒന്നാണ് ഈ മുസിരീസ് പൈതൃക പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. നമ്മൾ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്നൊക്കെ പറയും അല്ലേ. ഇവയ്ക്ക് വർഷത്തിൽ ഒരു നിശ്ചിത കാലയളവിൽ ഇല പൊഴിക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പോൾ വരേണ്ട വേനൽക്കാലത്തൊക്കെ എന്ത് ചെയ്യും? ഇല പൊഴിക്കുന്ന സ്വഭാവമാണ് ഉള്ളത്. അടുത്തത്, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബംഗാളിൻ്റെ ദുഃഖം ഏതാണ്? ദാമോദർ അല്ലേ. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ്. ദാമോദർ. ബംഗാളിൻ്റെ ദുഃഖം, സോറോ ഓഫ് ബംഗാൾ എന്നാണ് വിളിക്കുന്നത്. മഴക്കാലത്ത് ഈ നദി ബംഗാളിൽ വലിയ തോതിൽ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഉണ്ടാക്കിയിരുന്നു. അതാണ് കേട്ടോ. ബീഹാറിൻ്റെ ദുഃഖം ഏതാണ്? ബീഹാറിൻ്റെ ദുഃഖം അത് കോസിയാണ് കേട്ടോ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസി നദിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് താരാപൂർ. എവിടെയാണ്? താരാപൂരിലാണ് അല്ലേ. താരാപൂർ മഹാരാഷ്ട്രയിൽ. 1969 മഹാരാഷ്ട്രയിൽ താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആണവ നിലയമായി മാറിയത്. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓസോൺ സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലേ. അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ വാതകം കൂടിയ അളവിൽ കാണപ്പെടുന്നത്. അതെന്ത് ചെയ്യും? സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാ വയലറ്റ് കിരണങ്ങളെയൊക്കെ തടഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ അല്ലേ. കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഏതാ ഉപയോഗിക്കുന്നത്? മെർക്കുറി ബാരോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് മെർക്കുറി ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി. ഇതിലെ ബാക്കി അനുമോമീറ്റർ എന്താ? അനുമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തെർമോമീറ്റർ നമുക്കറിയാം താപനില അളക്കാനാണ്. വിൻഡ് വെയിൽ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ലോക ഭൗമദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ലോക ഭൗമദിനം ഏപ്രിൽ 22 അല്ലേ. ഏപ്രിൽ 22 ലോക ഭൗമദിനം അല്ലെങ്കിൽ ഭൂദിനം, എർത്ത് ഡേ എന്ന് പറയുന്നത്. ഭൂമിയുടെ സംരക്ഷണത്തെക്കുറിച്ചും പരിസ്ഥിതി അവബോധത്തെക്കുറിച്ചും ജനങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ഏപ്രിൽ 22 ഇത് ആചരിക്കുന്നത്. ജൂൺ 5 എന്താണ്? പരിസ്ഥിതി ദിനം അല്ലെ. പരിസ്ഥിതി ദിനം. മാർച്ച് 22 ജലദിനമാണ് കേട്ടോ. ലോക ജലദിനമാണ്. ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനമാണ്. ഇനി നമുക്ക് CEO ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം എത്രയാണ്? ദേശീയ ജലപാത 3 അതിൻ്റെ ദൈർഘ്യം എത്രയാണ്? 205 കിലോമീറ്റർ ആണ് കേട്ടോ. 205 കിലോമീറ്റർ ദേശീയ ജലപാത 3ൻ്റെ ആകെ ദൈർഘ്യം. അത് കൊല്ലം കോഴിക്കോട് അല്ലേ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളത് ഓർത്തിരിക്കുക. ആദ്യം അങ്ങനെയായിരുന്നു, ഇപ്പം എന്താണ്? കൊല്ലം കോഴിക്കോട്. അടുത്ത ചോദ്യം, പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മഹേന്ദ്രഗിരിയാണ് കേട്ടോ. മഹേന്ദ്രഗിരി. അതെവിടെയാണ്? ഒഡീഷയിലാണ്. പശ്ചിമഘട്ടത്തിലെയോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? അത് ആനമുടിയാണ് കേട്ടോ. പശ്ചിമഘട്ടമാണെങ്കിൽ ആനമുടി, പൂർവ്വഘട്ടം മഹേന്ദ്രഗിരി. അത് ഒഡീഷയിലാണ് കേട്ടോ. ഒഡീഷയിൽ. അടുത്തത്, എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്ര ജലപ്രവാഹങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്ര പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. ഏതാണ്? ഗൈറുകളാണ് കേട്ടോ. ഗൈറുകൾ. സമുദ്രത്തിൽ ഉപരിതല ജലപ്രവാഹങ്ങൾ ഭൂമിയുടെ ഭ്രമണം മൂലവും വായുപ്രവാഹം മൂലവും വൻകരകളുടെ അതിരുകളിൽ തട്ടി വലിയ വട്ടത്തിലുള്ള വൃത്താകൃതിയുള്ള ഒഴുക്കായി മാറും. അതിനെയാണ് നമ്മൾ ഈ ഗൈർ എന്ന് പറയുന്നത്. ഗൈർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചേ. എല്ലാ പ്രധാന സമുദ്രങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതും ഭ്രമണം ചെയ്യുന്നതുമായ സമുദ്രജല സംവിധാനങ്ങൾ.
സമുദ്രജല സംവിധാനങ്ങൾ. ഇവ വൃത്താകൃതിയിൽ സമുദ്രജല പ്രവാഹങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നു. അപ്പം അതിന് പറയുന്ന പേരാണ് ഗൈർ എന്ന് പറയുന്നത് കേട്ടോ. തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നത് ഏതാണ്? സിറസ് ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ ഏത് രൂപത്തിൽ അത് കാണുന്നത്? ഫെദർ അല്ലേ, ഈ രൂപത്തിൽ കാണുന്നതാണ് സിറസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റസ് എന്ന് പറയുന്നത് താഴ്ന്ന പാളികളുള്ള മേഘമാണ്. നിംബസ് മഴ മേഘമാണ്. ക്യുമുലസ് എന്ന് പറയുമ്പോൾ പന്നിപ്പോലെ അല്ലേ, പന്നിക്കെട്ട് പോലെയുള്ള മേഘമാണ്. നമ്മൾ മേഘത്തിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ, സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. 10ാമത്തെ ചോദ്യം, കോണ്ടൂർ മേഖലയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 2 പ്രസ്താവനകളുണ്ട്, നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, അകലം കൂടിയ കോണ്ടൂർ രേഖകൾ ചെരിവ് കുറഞ്ഞ പ്രതലത്തിലും അടുത്ത് വരച്ചിരിക്കുന്നവ കുത്തനെയുള്ള ചരിവിനെയും കാണിക്കുന്നു. വ്യത്യസ്ത ഉയരങ്ങളെ കാണിക്കുന്ന കോണ്ടൂർ രേഖകൾ തമ്മിൽ പരസ്പരം മുറിച്ച് കടക്കാറില്ല. നമ്മളോട് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 പ്രസ്താവനകളും ശരിയാണ്. അതായത് കോണ്ടൂർ രേഖ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരം തുല്യമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഉയരം തുല്യമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന രേഖകൾ. ഓക്കെ, അപ്പോൾ കോണ്ടൂർ രേഖകൾ തമ്മിൽ അകലം കൂടുതലാണെങ്കിൽ അവിടെ ചെരിവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അകലം കൂടുതലാണെങ്കിൽ അവിടെ ചെരിവ് കുറവായിരിക്കും. ഓക്കെ, ഇനി അവ അടുത്താണെങ്കിൽ, തൊട്ടടുത്തടുത്താണെങ്കിൽ ചെരിവ് എങ്ങനെയായിരിക്കും? കുത്തനെയുള്ള ചെരിവായിരിക്കും. കുത്തനെയുള്ള സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അതാണ് ഒന്നാമത്തേൽ പറയുന്നത്. ഇനി രണ്ടാമത് എന്താ പറയുന്നത്? ഒരു സ്ഥലത്തിന് ഒരേ സമയത്ത് 2 ഉയരം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് വ്യത്യസ്ത ഉയരങ്ങളെ സൂചിപ്പിക്കുന്ന 2 കോണ്ടൂർ രേഖകൾ ഒരിക്കലും പരസ്പരം എന്ത് ചെയ്യില്ല? മുറിച്ച് കിടക്കില്ല. അതാണ്, ഒരു സ്ഥലത്തിന് ഒരു സമയം തന്നെ 2 ഉയരം ഉണ്ടാവില്ലല്ലോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്ത ഉയരങ്ങളെ സൂചിപ്പിക്കുന്ന 2 കോണ്ടൂർ രേഖകൾ ഒരിക്കലും പരസ്പരം മുറിച്ച് കിടക്കില്ല. ഒരു ഓവർ ഹാങ്ങിങ് ക്ലിഫൊക്കെ വന്നാൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? വുമൺ സിഇഒൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഗ്രാവിറ്റി അനോമലിക്ക് കാരണമായിട്ടുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ളത്? 2 മാത്രം. നമുക്ക് ഡീറ്റെയിലായി നോക്കാം. ആദ്യം, എന്താണ് ഈ ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്? ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കൃത്യമായ ഗണിതശാസ്ത്ര മാതൃകകൾ പ്രകാരം ഉണ്ടാകേണ്ട ഗുരുത്വാകർഷണം മൂലവും യഥാർത്ഥത്തിൽ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒബ്സർവ്ഡ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവുമല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്സർവ്ഡ് വാല്യൂവിൽ നിന്ന് തിയററ്റിക്കൽ വാല്യൂ മൈനസ് ചെയ്യുന്നു. അപ്പോൾ അത് തമ്മിലുണ്ടാകുന്ന ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഒബ്സർവ്ഡ് ഗ്രാവിറ്റിയും തിയററ്റിക്കൽ ഗ്രാവിറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മലയാളത്തിൽ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് കൃത്യമായ ഗണിതശാസ്ത്ര മാതൃകകൾ പ്രകാരം ഉണ്ടാകേണ്ട ഒരു ഗുരുത്വാകർഷണ മൂല്യം ഉണ്ടാവും. അതല്ലാണ്ട് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു മൂല്യം ഉണ്ടാവും, ഒരു ഗ്രാവിറ്റി വാല്യൂ ഉണ്ടാവും. അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ആയാലും. അപ്പോൾ എന്താണ് ഗ്രാവിറ്റി അനോമലി എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ പ്രസ്താവനയിലേക്ക് പോകും. പ്രസ്താവനയിൽ ആദ്യം പറയുന്നത് എന്താണ്? വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം, അത് ശരിയാണ്. കാരണം ഭൂമിയുടെ ഉൾഭാഗത്തുള്ള മാസ് അല്ലെങ്കിൽ ആ പിണ്ഡത്തിൻ്റെ വിതരണം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഗുരുത്വാകർഷണത്തെ എന്ത് ചെയ്യും? നേരിട്ട് ബാധിക്കുന്നു. അപ്പോൾ മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണം കൂടും. അതിനാൽ അത് അനോമലിക്ക് കാരണമായ പ്രസ്താവനയാണ് അല്ലേ? വസ്തുക്കളുടെ പിണ്ഡത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഗ്രാവിറ്റി അനോമലിയിലും വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിന് കാരണമാകുന്നത് ശരിയാണ്. അതായത്
പിണ്ഡം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണവും കൂടും. അത് തമ്മിലുള്ള വ്യത്യാസം വരും. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അതും ശരിയാണ്. കാരണം ഭൂമി കൃത്യമായ ഒരു ഗോളമല്ല, അല്ലേ? കൃത്യമായ ഒരു ഒബ്സലൈറ്റ് സ്പിറോയിഡായി നമുക്ക് പറയാൻ പറ്റില്ല. ധ്രുവങ്ങളിൽ പരന്നാണ്. ഭൂമധ്യരേഖയിൽ അത് തള്ളി നിൽക്കുന്ന ഒരു ആകൃതിയൊക്കെയാണ്. അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ ധ്രുവപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂമധ്യ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ അകലെയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ അകല വ്യത്യാസം കാരണം അളവുകളിൽ മാറ്റം വരും. അപ്പോൾ അതും അതിനൊരു കാരണമാണ്. ഇനി തെറ്റാന്ന് പറഞ്ഞിരിക്കുന്നത് ആ സെൻറ്റൻസ് എന്താ? പ്രസ്താവന എന്താ? ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. അത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ശിലകളുടെ ഘടന, അതായത് ഇപ്പോൾ ശിലകൾ മടക്കുകളാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, മടക്ക് ശിലകളാണോ, നേരിട്ട് ഗുരുത്വാകർഷണത്തെ എന്ത് ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. മറിച്ച് ശിലകളുടെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റിയാണ് ഗുരുത്വാകർഷണ വ്യത്യാസം ഉണ്ടാക്കുന്നത്. ഡെൻസിറ്റി. ഇപ്പം ഡെൻസിറ്റി എന്നല്ല നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഘടനയല്ല. ഇവിടെ നമ്മളോട് ശിലാവസ്തുക്കളുടെ ഘടന എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് PSC റോങ് ആയിരിക്കുന്നത്. ശരിക്കും അവിടെ സാന്ദ്രത എന്നാണെങ്കിൽ അത് കറക്റ്റായാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ SCERT ചാപ്റ്റേഴ്സ് ഇടുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ സ്ലൈഡ് വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ലവണജല തടാകം ഏതാണ്? പാങ്സോ, അല്ലേ? പാങ്സോ തടാകമാണ്. പാങ്സോ തടാകം ലഡാക്കിൽ ഹിമാലയൻ പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4350 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലവണജലം ഉപ്പുവെള്ള തടാകമാണ്. വൂളാർ എവിടെയുള്ളതാണ്? ജമ്മു കാശ്മീരിൽ, അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ്. ലവണജലമല്ല അവിടെ ഉള്ളത്. വൂളാർ ശുദ്ധജലമാണ്, ജമ്മു കാശ്മീരിലാണ്. ദാൽ തടാകം, ദാൽ എവിടെയാ? ശ്രീനഗറിൽ, അല്ലേ? ശ്രീനഗറിലെ പ്രശസ്തമായത് മനോഹരമായിട്ടുള്ളൊരു ശുദ്ധജല തടാകമാണ് ദാൽ തടാകം. ഭീം എന്ന് പറയുന്നത് ഓക്കെ, ഇത്ര മതി. അടുത്ത ചോദ്യം, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം? സർവേ ഓഫ് ഇന്ത്യ എവിടെയാ? ഡെറാഡൂൺ, അല്ലേ? സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഔദ്യോഗിക ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായ ഡെറാഡൂണിലാണ്. അടുത്ത ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ഏത് ചാനലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്നത്? 10 ഡിഗ്രി, അല്ലേ? 10 ഡിഗ്രിയാണ്. 10 ഡിഗ്രി ചാനലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരുന്നത്, 10 ഡിഗ്രി. 9 ഡിഗ്രി എന്ന് പറയുന്ന ലക്ഷദ്വീപിനെയും മിനിക്കോയെയും വേർതിരിക്കുന്നത്. ഇനി മിനിക്കോയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നതാണെങ്കിൽ അത് 8 ഡിഗ്രിയാണ്. അടുത്തത് ഇനി ഏതാണ്? 11ാമത്തെ ചോദ്യം, ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. ബലതത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 2 മാത്രമേ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ബി, അതായത് 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി നമുക്ക് നോക്കിയാൽ എന്താണ് തെറ്റാൻ കാരണം എന്നുള്ളത്. ഒന്നാമത്തത്, പ്രാദേശിക കായാന്തീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം എന്ത് സംഭവിക്കുന്നു? ശിലകൾക്ക് മാറ്റമുണ്ടാകുന്നത്, മാറ്റമുണ്ടാകുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ സമ്പർക്ക കായാന്തീകരണത്തിലാണ്, അതായത് കോണ്ടാക്ട് മെറ്റമോർഫിസം. പ്രാദേശിക കായാന്തീകരണത്തിലല്ല, എന്തിലാണ്? ഇവിടെ സമ്പർക്ക കായാന്തീകരണം ആയിരുന്നെങ്കിൽ അത് കറക്റ്റായേനെ. ഇപ്പോൾ പ്രാദേശികം വന്നതുകൊണ്ടാണ് തെറ്റായത്. ഇപ്പോൾ മാഗ്മയുടെ കടുത്ത ചൂട് കാരണം ശിലകൾക്ക് മാറ്റമുണ്ടാകുന്നത്, അതിനെ നമ്മൾ കോണ്ടാക്ട് മെറ്റമോർഫിസം അല്ലെങ്കിൽ സമ്പർക്ക കായാന്തീകരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അവിടെ തെറ്റായത്. സമ്പർക്കമാണ് വരേണ്ടിയിരുന്നത്. ഇനി രണ്ടാമത്തത്,
ബലതന്ത്ര കായാന്തീകരണത്താൽ, അതായത് ഭൂവൽക്കത്തിലെ ചലനങ്ങളും കടുത്ത മർദ്ദവും കാരണം ശിലകൾക്ക് യാന്ത്രികമായി പൊട്ടലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഘടന മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനെയാണ് ബലതന്ത്ര കായാന്തീകരണം അല്ലെ ഡൈനാമിക് മെറ്റമോർഫിസം എന്നാണ് പറയുന്നത്. ഡൈനാമിക് അത് കറക്റ്റാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഇനി മൂന്നാമത്തേത് എന്താണ് പറയുന്നത്? ടെക്ടോണിക് ചലനങ്ങൾ മൂലമുണ്ടാകുന്ന കടുത്ത മർദ്ദവും താപവും കാരണം വലിയൊരു പ്രദേശത്തെ ശിലകൾക്ക് ഒന്നിച്ച് മാറ്റം സംഭവിക്കുന്നു. അതിന് റീജിയണൽ എവിടെയാണ്? സമ്പർക്കമല്ല, അതെന്താണ്? അത് റീജിയണൽ, അതാണ് പ്രാദേശികം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് PSC തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ടെക്ടോണിക് ചലനങ്ങൾ മൂലമുണ്ടാകുന്ന കടുത്ത മർദ്ദവും താപവും വലിയൊരു പ്രദേശത്തിലെ ശിലകൾക്ക് ഒന്നിച്ച് മാറ്റം സംഭവിക്കുന്നതിന് നമ്മൾ റീജിയണൽ മെറ്റമോർഫിസം അല്ലെങ്കിൽ സമ്പർക്ക കായാന്തീകരണം എന്ന് പറയും. സമ്പർക്കമല്ല, പ്രാദേശിക കായാന്തീകരണം എന്ന് പറയും. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് മുമ്പുണ്ടായിരുന്നത് മാഗ്മയുടെ ചൂട് കാരണം വരുന്നത് ഏതാണ്? അതാണ് സമ്പർക്ക കായാന്തീകരണം. ഓക്കെ, അടുത്ത ചോദ്യം. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? സൊമാലിയ. അടുത്ത ചോദ്യം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വുമൺ APOൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, റെയിൽവേ കമാനപാലം ഏത് നദിക്ക് മുകളിലാണ് വരുന്നത്? ചെനാബ് നദിക്ക് മുകളിൽ അല്ലെ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം. ഈഫിൽ ടവറിനേക്കാളും ഉയരമുണ്ട്. അടുത്തത്, ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഏറ്റവും കൂടുതൽ ജലബാഷ്പം എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. ട്രോപ്പോസ്ഫിയറിലാണ് അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ 99% സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും താഴത്തെ പാളിയായ ട്രോപ്പോസ്ഫിയറിലാണ്. അതുകൊണ്ടാണ് മഴയും മേഘങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും അവിടെ നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44 അല്ലേ. ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ദോഡബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? നീലഗിരി കുന്നിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ദോഡബെട്ട. ഇതിൻ്റെ ഉയരം ഏകദേശം 2637 മീറ്റർ ആണ്. ആനമല ഏതാണ്? ഓപ്ഷനിൽ ആനമല പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഉയർന്ന കൊടുമുടി ആനമുടി അല്ലേ. ആനമുടിയാണ്. ഇനി കാർഡമം കുന്നെന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്ന്. ഏലമലകളൊക്കെ അല്ലേ, നമുക്കറിയാം ഏലമലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. നല്ലമല കുന്ന് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലൊക്കെ ആയിട്ട് വ്യാപിച്ചെടുക്കുന്ന പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമായ കുന്നുകളാണ് കേട്ടോ അത്. അടുത്ത ചോദ്യം. അതിനു മുമ്പ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണെന്ന് വെച്ചാൽ ദോഡബെട്ടയാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്, ഗോൾഡൻ ഫൈബർ ഏതാണ്? ചണം അല്ലേ. ജൂട്ട് അതാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യയിലും ഗോൾഡൻ ഫൈബർ, സുവർണനാര് അല്ലേ എന്നറിയപ്പെടുന്നത്, സ്വർണ്ണനാര് എന്ന് വിളിക്കുന്നത് ഏതാണ്? ചണം അല്ലെങ്കിൽ ജൂട്ടാണ്. ഇതിനൊരു ഒരു ഗോൾഡൻ കളർ, ഷൈനി ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ. പിന്നെ അതോടൊപ്പം തന്നെ നല്ല കൊമേഴ്ഷ്യൽ വാല്യൂവും ഒക്കെ ഉണ്ട്. ഇനി ബാക്കി ഓപ്ഷൻ സിൽക്ക്, ടെക്സ്റ്റൈൽസ്, ക്യൂൺ ഓഫ് ടെക്സ്റ്റൈൽസ് എന്നൊക്കെ പറയല്ലേ. കോട്ടൺ എന്താണ്? കോട്ടൺ പരുത്തി അല്ലേ. പരുത്തി, വെളുത്ത സ്വർണം എന്നൊക്കെ പറയാറുണ്ട് ഇടയ്ക്ക്. പിന്നെയുള്ളത് വൂള്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ശരാവതി അല്ലെ. ജോഗ് വെള്ളച്ചാട്ടം കർണാടകയിലെ ശരാവതി നദിയിലാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മെയിൻസ് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. താഴെ പറയുന്നവയെ ശരിയായത് തിരഞ്ഞെടുക്കുക. ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ വീശുന്നു. ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക് സ്ഥിതി ചെയ്യുന്നു.
ഇതിൽ ശരിയായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ച ജോഗ്രഫി ചാപ്റ്ററിലുള്ള അല്ലേ, ആ ഒറ്റ ചാപ്റ്ററിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 3ഉം. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി 3 ഓപ്ഷനും ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് 2ഉം 3ഉം ശരിയാണ്. ഒന്നാമത്തെ എന്താ തെറ്റാ? കാരണം കാറ്റ് എപ്പോഴും ഉയർന്ന മർദ്ദമേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത് അല്ലേ. കുറച്ചുള്ള ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഇത് വീശുന്നത്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ അത് ശരിയായേനെ. അപ്പോൾ അത് തെറ്റാണ്. ബാക്കി 2ഉം കറക്റ്റാണ് കേട്ടോ. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി അക്ഷാംശത്തിന് ഇടയിലാണ്. പിന്നെ ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല, അത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് ഇടയിലാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ ശരിയായ പോഷക നദികളും ഓക്കെ കറക്റ്റായത് ഏതാണെന്ന് നോക്കണം. ഏതൊക്കെയാണ് കറക്റ്റായി നമുക്ക് ആദ്യം നോക്കാം. ചമ്പൽ, ബനാസ്, കൃഷ്ണ, ഇന്ദ്രാവതി, ഗോദാവരി, കൊയ്ന, കാവേരി, കബനി. ഏതാണ് കറക്റ്റായിട്ടുള്ളത്? ശരിയായ പോഷക നദികൾ ഏതെല്ലാം? മാച്ച് ദ ഫോളോയിങ് അല്ല കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം ശരിയാണ്, 4ഉം ശരിയാണ് അല്ലേ, കാവേരി, കബനി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി നോക്കിയേ, 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ചമ്പൽ ബനാസ്, അതായത് ബനാസ് നദി ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയാണ്, അത് കറക്റ്റാണ്. കൃഷ്ണ ഇന്ദ്രാവതി എന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ദ്രാവതി ഗോദാവരി നദിയുടെ പോഷക നദിയാണ്, കൃഷ്ണയല്ല. ദെൻ ഗോദാവരി, കൊയ്ന, നേരെ തിരിച്ച് അവരിട്ടേക്കുന്നത് അല്ലേ. കൊയ്ന എന്ന് പറയുന്നത് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്, ഗോദാവരിയുടെ അല്ല. കാവേരി, കബനി അല്ലേ, കബനി നദി കാവേരി നദിയുടെ പ്രധാന പോഷക നദിയാണ്. അപ്പോൾ 2 കറക്റ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1 സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണത്തെ എന്ത് പറയുന്നു? ഫ്രീക്വൻസി അല്ലേ. അതിനെ തരംഗ ആവൃത്തി എന്നാണ് പറയുന്നത്. 1 സെക്കൻഡിൽ സംഭവിക്കുന്ന ആവർത്തനങ്ങളുടെ എണ്ണം അല്ലേ, തരംഗ ആവൃത്തി എന്നാണ് പറയുന്നത്. തരംഗ ദൈർഘ്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു തരംഗത്തിൻ്റെ തുടർച്ചയായ 2 ശൃംഖലകൾ അല്ലെങ്കിൽ ഗർത്തങ്ങൾ തമ്മിലുള്ള ദൂരത്തെയാണ് ദൈർഘ്യം എന്ന് പറയുന്നത്. ഇത് 1 സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണം, എണ്ണമാണ് കേട്ടോ ആവൃത്തി ഫ്രീക്വൻസി, അത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ PSC. അങ്ങനെ കുറഞ്ഞു വരുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറില്ലല്ലോ, അത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ചെരിവില്ല, പക്ഷേ ചെരിഞ്ഞാണ് വരുന്നത്. അതെന്താണെന്നറിയില്ല, നമുക്കിത് PSC ഡിലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയെ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1-നാണ്. വയനാട് ജില്ലയിൽ 3 താലൂക്കുകൾ ഉണ്ട്. 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം ശരിയാണ്. ഇത് തെറ്റല്ലേ? രൂപീകൃതമായത് എന്നാണ്? 1980 നവംബർ 1-നാണ്. 81-നല്ല, 80 നവംബർ 1-നാണ് കേട്ടോ. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, വൈത്തിരിയാണ് 3 താലൂക്കുകൾ ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം 1978-ലാണല്ലോ നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിൽ ഇരവികുളം ദേശീയോദ്യാനം. വരയാടുകളുടെ സംരക്ഷണത്തിനത് പ്രസിദ്ധമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ 2026 പ്രധാനപ്പെട്ട് പഠിക്കാനുള്ള. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്